ശബരിമല യുവതീ പ്രവേശന വിഷയം വന്നതോടുകൂടി തന്നെ ഉം. ക്ഷേത്രങ്ങളുടെ കാര്യത്തിനകത്ത് വലിയ തർക്കം വന്നു. ക്ഷേത്രങ്ങളുടെ ആചാരം എങ്ങനെ സംരക്ഷിക്കണം, ആര് സംരക്ഷിക്കണം എന്നുള്ളത്. ഓക്കെ. ക്ഷേത്ര കൊള്ള കൂടിയായപ്പോൾ അത് സജീവ ചർച്ചയായിട്ടിരിക്കുകയാണ്. ഉം. ശരിക്കും ക്ഷേത്രങ്ങൾ ആര് ഭരിക്കണം? സർക്കാർ ഭരിക്കണോ, ഉം. വിശ്വാസികൾ ഭരിക്കണോ? വിശ്വാസികളാണെങ്കിൽ എങ്ങനെ ഭരിക്കണം? ക്ഷേത്രങ്ങളുടെ ഭരണം എങ്ങനെ വേണമെന്നുള്ളതിൽ സത്യം പറഞ്ഞാൽ നൂറ്റാണ്ടുകളായിട്ട് തർക്കമുണ്ട്. എന്ന് പറഞ്ഞാൽ അത് ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചതായി കേരളത്തിലെ സമ്പ്രദായത്തിൽ ആദികാല നമ്മൾ ക്ഷേത്രം എന്നല്ല ആരാധനാലയം നമുക്ക് പറയാം, എൻ്റെ ആരാധനാ കേന്ദ്രം, ഒരു സ്ഥലം. ഇത് കുടുംബങ്ങളാണ് സ്ഥാപിച്ചത്. ഓരോ കുടുംബവും ഇവിടെ ഉണ്ടായിരുന്ന പരദേവത സമ്പ്രദായം. ഇന്ത്യ മുഴുവൻ അത് തന്നെയാണ്. കുലദേവത എന്നാണ് പറയുക. ശരിക്കും ഇതിന് കുലദേവത എന്ന് പറയും. ആൾക്കാർ ഈ കുലദേവത എന്ന് പറയുമ്പം തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പരദേവത എന്ന് ആദ്യം പറഞ്ഞത്. കാരണം പലരുടെയും വിചാരം കുലദേവത എന്ന് പറഞ്ഞാൽ ഏതോ ജാതിയുടെ ദേവത എന്നൊരു വിചാരം കുറേ പേർക്കുണ്ട്. കുലം എന്ന് പറഞ്ഞാൽ ജാതിയാണെന്ന് പലരും ധരിച്ചു വെച്ചേക്കണം. കുലം എന്ന ജാതിയല്ല. ഈ കുലത്തൊഴിൽ ഈസ് ഈക്വൽ ടു ജാതിത്തൊഴിൽ എന്ന് കുറേ പേര് കണക്കൂട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയല്ല. കുലം എന്ന് പറഞ്ഞാൽ വംശം എന്നർത്ഥം. നിങ്ങൾക്കൊരു വീട്ടുപേരുണ്ടെങ്കിൽ ആ വീട്ടുപേര് വരുന്നത് എന്തോ അതാണ് നിങ്ങളുടെ കുലം. അത് നിങ്ങളുടെ മക്കത്തായമാണെങ്കിൽ മക്കത്തായം, മരുമക്കത്തായാണെങ്കിൽ അങ്ങനെ. നിങ്ങളുടെ വീട്ടുപേര് വരുന്ന ഒരു വംശാവലിയാണല്ലോ. അത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം അതാണ്. അതായത് ഒരു ജാതിയിൽ തന്നെ അനേകം കുലങ്ങളുണ്ടാവും, അഥവാ അനേകം വംശങ്ങളുണ്ടാവും, അഥവാ അനേകം കുടുംബങ്ങളുണ്ടാവും. അപ്പോൾ ഓരോ കുടുംബത്തിനും ഓരോ ദേവത, അതിൻ്റെ കുലദേവത എന്ന് പറഞ്ഞുണ്ടായിരുന്നു. ഇത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ മുഴുവൻ ഇതാണ് സമ്പ്രദായം. അനേകം കുലദേവതകളുണ്ട്. കേരളത്തിലാണെങ്കിൽ ഭദ്രകാളിയാണ് ഏറ്റവും കൂടുതൽ നായർ കുടുംബങ്ങളിൽ കുലദേവത. അതുപോലെ ശാസ്താവ് കുലദേവതയായിട്ടുള്ളത് അത് നിരവധി തമിഴ് ബ്രാഹ്മണർക്ക് ശാസ്താവ് കുലദേവതയുണ്ട്. ഇത് കേരളത്തിലെ നായന്മാർക്കുണ്ട്, ഈഴവർക്കുണ്ട്. ഇതേപോലെ തന്നെ പുലയ സമുദായക്കാർ, പറയ സമുദായക്കാർ, അവർക്കൊക്കെ കൂടുതലും ഭദ്രകാളി തന്നെയാണ്. ചില നായർ കുടുംബങ്ങളിൽ വീരഭദ്രൻ കുലദേവതയായിട്ട് വരും. ചിലർക്ക് വേട്ടക്കിരുമകൻ വരും. ഇങ്ങനെയൊക്കെ അനേകം രീതിയുണ്ട്. ബ്രാഹ്മണർക്കുണ്ട് വേട്ടക്കിരുമകൻ വരുന്നത്. അങ്ങനെയൊക്കെ കേരളത്തിൽ ഇങ്ങനെയൊക്കെയാണ്. തമിഴ്നാട്ടിൽ വരുമ്പോഴത്തേക്കും മുരുകൻ, വള്ളിയമ്മ, ദേവസേനാമ്മ, ഇവരൊക്കെ കുലദൈവങ്ങളായിട്ടുള്ള കുടുംബങ്ങളുണ്ട് അവിടെ. അതുപോലെ തന്നെ ശാസ്താവ്, അത് അവിടെ പിന്നെ അയ്യനാർ എന്നുള്ള സങ്കല്പമാണ്. മുരുകൻ അനേകം കുടുംബങ്ങളിലുണ്ട്. ശിവൻ കുലദേവതയാണ്. പാർവതി കുലദേവതയായിട്ട് വരും. വടക്കോട്ട് എന്നാലും ഇതിൻ്റെ വൈവിധ്യങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ശ്രീവാസ്തവ എന്ന് പേരുള്ള സർനെയിമുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവർ രമൺ ശ്രീവാസ്തവയൊക്കെ അവർക്കുണ്ടാവുമല്ലോ. ശ്രീവാസ്തവ എന്ന് പേരുള്ളവരുടെ കുലദേവത ചിത്രഗുപ്തനാണ്. നമ്മുടെ യമൻ്റെ കണക്കെഴുത്തുകാരൻ ചിത്രഗുപ്തൻ. അദ്ദേഹം ദൈവമാണ്, കുലദേവനും ഒരു കുലദേവതയാണ്, കുലദേവനാണ്. അങ്ങനെ ആ സങ്കല്പത്തിൽ ആരാധനയുള്ള അങ്ങനെ ഒരു ഏതാണ്ട് എനിക്ക് തോന്നുന്നു 12ഓളം സർണയും ഉള്ള കുടുംബങ്ങൾ, അവർക്ക് കുലദേവത അദ്ദേഹമായിട്ട് വരും. അങ്ങനെയൊക്കെ ഈ കുലദേവതാ സമ്പ്രദായമുണ്ട്. ഈ തുടക്കം ഇതാണ്. ഓരോ കുടുംബവും ഓരോ കുലദേവതയുള്ള ആൾക്കാരായിരുന്നു. ഈ കുലദേവതയെ കുടുംബത്തിൻ്റെ അറയിൽ നിന്നോ അല്ലെങ്കിൽ കുടുംബത്തോട് ചേർന്നുള്ള ഒരു മരച്ചുവട്ടിൽ നിന്നോ ഒരു വിധാനം ഉണ്ടാക്കി, ഒരു എന്താ പറയുക, ഒരാലയം ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചു. അങ്ങനെയാണ് ഈ കാണുന്ന ക്ഷേത്രങ്ങൾ വന്നിരിക്കുന്നത്. ക്ഷേത്രങ്ങളുടെ ആദ്യകാല ഉത്ഭവം കേരളത്തിൽ ശരിക്ക് കാവ് സമ്പ്രദായമാണല്ലോ. വീട്ടിനകത്ത് അറയ്ക്കകത്ത് ഭഗവതി, അല്ലെങ്കിൽ പുറത്ത് കാവിൽ നാഗം, നാഗത്തറ, അതിനൊപ്പം ഭഗവതി. പിന്നെ പണ്ട് മരിച്ചടക്കണ സമ്പ്രദായമുണ്ട്. അന്നേരം സെക്കൻഡറി ബറിയൽസ് എന്ന് പറയുന്ന നന്നങ്ങാടി, കൂടക്കല്ലൊക്കെ വെച്ചിട്ടുള്ളത്. പക്ഷേ അതിൻ്റെയൊക്കെ അടുത്ത് ഒരു മെൻഹിർ അഥവാ നടുക്കല്ലുണ്ടാകും. ആ നടുക്കല്ല് ആരാധനയ്ക്കുള്ളതാണ്. മിക്കവാറും ഭഗവതിയാണ് അതിൽ ആരാധിക്കുക. അത് ഈ മരിച്ച പിതൃക്കന്മാരുടെയൊക്കെ ഒരു രക്ഷാസ്ഥാനത്ത് വരുന്നതാണ്. അപ്പോൾ ഈ നടുക്കല്ല് സമ്പ്രദായം ഇത് മാറിയിട്ടാണ് വലിയ പതിയെ സർപ്പക്കാവ് എന്നുള്ള ഒരു ഇതിലേക്ക് വരുന്നത്. അപ്പം സർപ്പക്കാവ്, അതുപോലെ നടുക്കല്ല് സമ്പ്രദായം, ഇതൊക്കെയാണ് ആദ്യകാല ആരാധനാ രീതികൾ. ഇത് പിന്നീട് ക്ഷേത്രപ്രതിഷ്ഠയായിട്ട് മാറി വരികയാണ്. ക്ഷേത്രം എന്നുള്ള രീതിക്ക് ഒരു സമുച്ചയം അഥവാ ബിൽഡിംഗ് ഉണ്ടാകും. ആ ബിൽഡിങ്ങിൻ്റെ രീതിയിലേക്ക് കൊണ്ടുവരുന്നത് ബുദ്ധമതക്കാരുടെ ഒരു ഇടപെടലാണ്. കാരണം അത്തരം എഞ്ചിനീയറിങ് തെക്കോട്ടെത്തിക്കുന്നത് അവരാണ്. വടക്കുണ്ടായിരുന്നൊരു സമ്പ്രദായം. അപ്പോൾ ക്ഷേത്രങ്ങളുടെ എല്ലാ അധികാരി അവരെന്നല്ല, അതിലെ പ്രതിഷ്ഠകൾ ഇവിടെയുള്ള ദേവതകൾ തന്നെയാണ്. ഇവിടെയുള്ള ഭദ്രകാളി, ഇവിടെയുള്ള ശിവൻ, ഇവിടെയുള്ള ശാസ്താവ്, ഇങ്ങനെയുള്ളവരെയൊക്കെ, നാഗക്കാവ്, ഇതെല്ലാം പിന്നെ ഒരു ആലയം അഥവാ സമുച്ചയം എന്നുള്ള രീതിയിലേക്ക് മാറി. അപ്പോഴും ആരുടെയാണ്? ആ തറവാട്ടുകാരുടെയാണ്. ആ ഒരു കുടുംബം ഏതോ അവരുടെയാണ്. അപ്പോൾ ആ കുടുംബം അവരുടെ ആരാധ്യ ദേവതയെ അറയ്ക്കകത്ത് ഇരുത്തിയതാവാം, വീടിന് പുറത്തിരുത്തിയേക്കണാവാം. അതിനെ ഒരു ആലയത്തിലിരുത്തുന്നു, അഥവാ ഒരു സമുച്ചയത്തിലിരുത്തുന്നു, ഒരു ബിൽഡിങ്ങിലിരുത്തുന്നു. ആ ബിൽഡിങ്ങാണ് നമ്മൾ അമ്പലം അല്ലെങ്കിൽ ക്ഷേത്രം എന്നൊക്കെ വിളിക്കുന്നത്. അതിൻ്റെ രൂപങ്ങൾ പല കാലത്തും മാറി വന്നിട്ടുണ്ട്. ഓരോരോ കാലങ്ങളിൽ ഓരോരോ രൂപത്തിലൊക്കെ വന്നിട്ടുണ്ട്.
പൊതുവിൽ ക്ഷേത്രങ്ങളുടെ രീതികളൊക്കെ വരുന്നത് ആഗമ സമ്പ്രദായം എന്നുള്ള ആദ്യകാലത്ത് കേരളത്തിലെ ആഗമ സമ്പ്രദായമായിരുന്നു. തമിഴ്നാട്ടിലാണ് ആഗമ സമ്പ്രദായം ബലമായിട്ട് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ആ രീതിയാണ് ആദ്യം ഇവിടെ വന്നത്. കൂട്ടത്തിൽ ബൗദ്ധ ജൈന മതങ്ങളുടെ താന്ത്രിക സ്വാധീനം വന്നു. ആ താന്ത്രികം അങ്ങനെ വന്നുകൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ പിന്നെ തന്ത്രത്തിലാണ് ഇവിടെ എല്ലാം എന്ന് പറയാൻ കാരണം. താന്ത്രിക സ്വാധീനം ഉണ്ടായിരുന്നത് അത് പിന്നീട് ആഗമം തന്നെ ആചരിച്ചിരുന്ന ആൾക്കാർ താന്ത്രിക ഏറ്റെടുത്തു. അങ്ങനെ വന്നപ്പം അതിനെ നമ്മൾ താന്ത്രിക ക്ഷേത്രങ്ങൾ എന്ന് പറയാൻ തുടങ്ങി. ഇത്രേ ഉള്ളൂ. അപ്പോഴും ആരുടെയാണ് എന്ന് ചോദിച്ചാൽ ഓരോ പ്രദേശത്തും ഒന്നുകിൽ ഒരു രാജകുടുംബം അല്ലെങ്കിൽ പ്രഭു കുടുംബങ്ങൾ, സാധാരണ കുടുംബങ്ങൾ, ഇവരുടെയൊക്കെ ഭൂമികളിൽ വന്നിരുന്നതാണ്. അവിടുത്തെ പൂജാരി സമ്പ്രദായം മാറ്റം വന്നു മാത്രമേ ഉള്ളൂ. ആദ്യകാലത്ത് ആ വീട്ടുകാർ തന്നെ പൂജിക്കുന്നു. പിന്നീട് അവിടെ ഒരു പൂജാരി പ്രത്യേകമായി, ഒരു ബ്രാഹ്മണ പൂജാരി ഉണ്ടായി എന്നുള്ള തലത്തിലേക്ക് വന്നു. അപ്പോഴും നമ്മൾ നോക്കുക, മിക്ക ക്ഷേത്രങ്ങളിലെ നോക്കുകയാണെങ്കിൽ അത് ഇന്ന പോലൊരു വീട്ടുകാർ കൊടുത്തതായിരിക്കും എന്ന് രേഖയുണ്ടാവും. അതിൽ അവരുടെ ക്ഷേത്രമായിരുന്നിരിക്കണം. പുതിയ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ സർക്കാരിലേക്ക് വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ കേണൽ മൺറോ തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ദിവാനായിരുന്നു. അദ്ദേഹമാണ് ദേവസ്വം ബോർഡുകൾ സ്ഥാപിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൊച്ചിൻ ദേവസ്വം ബോർഡും ഒക്കെ ഉണ്ടാക്കി ഇവിടുന്ന് വലിയ വരുമാനമുള്ള അമ്പലങ്ങൾ പിടിച്ചെടുത്തു. എന്തിനു വേണ്ടി പിടിച്ചെടുത്തു? ഈ അമ്പലങ്ങളുടെ വരുമാനം സർക്കാരിലേക്ക് മുതൽക്കൂട്ടാകാൻ വേണ്ടി പിടിച്ചെടുത്തു. അങ്ങനെ പിടിച്ചെടുത്ത് അദ്ദേഹം ദേവസ്വം ബോർഡ് ഉണ്ടാക്കി അതിന് കീഴിലാക്കിയപ്പോഴാണ് സർക്കാർ ഭരണത്തിലേക്ക് വരുന്നത്. അതിനു മുമ്പ് രാജാവിന് കുടുംബക്ഷേത്രം ഉണ്ടാവും, പ്രജകൾക്കും കുടുംബക്ഷേത്രങ്ങളുണ്ടാവും. അതതിൻ്റെ രീതിക്ക് പോയിക്കോളും. ഇതെല്ലാം കുടുംബക്ഷേത്രങ്ങൾ എന്നുള്ള ഒരു രീതിക്കായിരിക്കുന്നത്. ഇപ്പം തിരുവനന്തപുരത്ത് ആൾക്കാർ പറയാറുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രം അത് രാജാവിൻ്റെ കുടുംബക്ഷേത്രമാണ്. ഇതവിടെ ഒരു പ്രബലമായൊരു വിശ്വാസമാണ്. അതുതന്നെ വി.പി. മേനോൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇന്ത്യ വിഭജനമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ആത്മകഥയിൽ പങ്കുവയ്ക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഇന്ന ഒരു ക്ഷേത്രമുണ്ടെന്നും അത് രാജകുടുംബത്തിൻ്റെ കുടുംബക്ഷേത്രമാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ അതൊരു കുലദേവതാ ക്ഷേത്രമാണ്. അവരാണ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. അവസാനം കോടതി വിധി കൂടെ എന്തു വന്നു, അവർ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു, അല്ലേ? അവർ ട്രസ്റ്റ് ഉണ്ടാക്കി. ട്രസ്റ്റ് പബ്ലിക് ട്രസ്റ്റ് ആണോ പ്രൈവറ്റ് ട്രസ്റ്റ് ആണോ എന്നുള്ള തർക്കം ഉണ്ടായിരുന്നു, ഇല്ല എന്നല്ല. പക്ഷേ അവരുടെ കുടുംബക്ഷേത്രമാണ്, അതുകൊണ്ട് ഭരണം അവർക്ക് തന്നെ, അവരുടെ ട്രസ്റ്റ് തന്നെയാണ് ഭരിക്കുന്നത്. അപ്പം ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ ഉടമസ്ഥയെ സംബന്ധിച്ചുള്ള ദീർഘമായ തർക്കങ്ങൾക്ക് ശേഷം ആ ക്ഷേത്രം ആരുടെ പരദേവതാ ക്ഷേത്രമാണോ അവർക്കാണ് കോടതി വിട്ടുകൊടുത്തേക്കുന്നത്. ഇതാണ് ഒരു എടുക്കേണ്ട പ്രധാന പോയിൻ്റ്. അതായത് വി.പി. മേനോൻ പറഞ്ഞ ആ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറഞ്ഞിരിക്കുന്ന പോയിൻ്റ് അവസാനം കോടതി വാദങ്ങളിൽ നിർണായകമായിട്ട് വന്നു എന്ന് ഞാൻ എവിടെയോ വായിച്ചിരുന്നു. അപ്പോൾ ആ രീതിക്കാണ് സംഭവിച്ചിരുന്നതെങ്കിൽ ഞാനീ പറഞ്ഞ കാര്യം കൃത്യമായൊരു ദിശയാണ്. എന്ന് പറഞ്ഞാൽ ആരുടെ പരദേവതാ ക്ഷേത്രമാണോ ഒരു ക്ഷേത്രം, അവരാണത് യഥാർത്ഥത്തിൽ ഹാൻഡിൽ ചെയ്യേണ്ടത്. അങ്ങനെ വന്നാലും ശരിയാവുള്ളൂ. അപ്പോൾ ഇത് എന്നാൽ അങ്ങനെ അല്ലാണ്ടായി പോയിട്ടുണ്ട്. പല ആൾക്കാരുടെയും പരദേവതാ ക്ഷേത്രങ്ങളൊക്കെ സർക്കാരുകൾ പിടിച്ചെടുത്തു. രാജാക്കന്മാരുടെ കാലത്ത് ദേവസ്വം ബോർഡിലേക്ക് പിടിച്ചെടുക്കപ്പെട്ടു, അല്ലെങ്കിൽ ആക്രമണങ്ങളുടെ കാലത്ത് പിടിച്ചെടുക്കപ്പെട്ടു, നശിപ്പിക്കപ്പെട്ടു, പലതും ഉണ്ടായിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. എങ്കിലും ഇതിൻ്റെ യഥാർത്ഥ സെൻസിൽ ഒരു കുടുംബക്കാരുണ്ടാക്കിയ അമ്പലം അവർ മെയിൻറ്റെയിൻ ചെയ്തിരുന്നതാണ് ഏറ്റവും ശരി. ചിലപ്പോൾ ഒരു കുടുംബം പല ശാഖയായിട്ടുണ്ടാകും, പക്ഷേ ആ ശാഖകൾ ചേർന്ന് ഇന്നും അങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്ന അമ്പലങ്ങളുണ്ട്. പല ക്ഷേത്രങ്ങളും, പ്രത്യേകിച്ച് ബ്രാഹ്മണരുടെ, നമ്പൂതിരിമാരുടെയൊക്കെ അമ്പലങ്ങൾ, അവരുടെ അമ്പലങ്ങളാണ് അധികം വിട്ടു പോകാണ്ടിരിക്കുന്നത്. പണ്ടത്തെ ഒരു വിശ്വാസപ്രകാരം ബ്രഹ്മസംസ്വത്തുകൾ അങ്ങനെ പിടിച്ചെടുക്കാനും ബുദ്ധിമുട്ടായിരുന്നു. കൂടുതലും നായന്മാർ നടത്തിയിരുന്ന അമ്പലങ്ങളാണ് പിടിച്ചെടുത്തുകൊണ്ട് പോയത്. പിന്നെ പല നമ്പൂരി കുടുംബങ്ങളുടെ ഊരാഴ്മയുണ്ടായിരുന്ന ചില അമ്പലങ്ങളും പിടിച്ചെടുത്ത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലാക്കിയിട്ടുണ്ട്, ഇല്ല എന്നല്ല. എങ്കിലും നമ്പൂരി കുടുംബങ്ങളുടെ രീതി നോക്കുകയാണെങ്കിൽ അവർ പല ശാഖകളായിട്ട് പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് തന്നെ ക്ഷേത്രഭരണം, അവിടുത്തെ അവകാശങ്ങൾ ഒക്കെ മാറി മാറി നോക്കും. ചില അമ്പലങ്ങൾ നായർ കുടുംബങ്ങളുടെ ഇതുപോലെ തന്നെ അവർ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. കുറേ എണ്ണം അവർ തന്നെ ദേവസ്വം ബോർഡ് വിട്ടുകൊടുത്തുകൊണ്ട് പുതിയ കാലം വന്നപ്പോൾ. കാരണം ഭൂപരിഷ്കരണമൊക്കെ വന്നു, ക്ഷേത്രങ്ങളുടെ ഭൂമി നഷ്ടപ്പെട്ടു, അങ്ങനെ ഒന്നും നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നില്ല, അങ്ങനെ ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു, ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. ഇതെങ്ങനെയൊക്കെ പറഞ്ഞാലും ശരി, ഈ ക്ഷേത്രമായിട്ട് ഏറ്റവും ബന്ധം, കാര്യം ആൾക്കാരെല്ലാവരും ഭക്തരാണ്, അമ്പലത്തിൽ ചെല്ലുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ആരുടെ പരദേവതയാണോ അവർക്ക് ഏറ്റവും കൂടുതൽ ബന്ധം. പരദേവതാ ക്ഷേത്രം ആ കുടുംബക്കാർ നടത്തുന്നതാണ് ശരി. അങ്ങനെ ചെയ്താലേ സത്യം പറഞ്ഞ് കൊള്ളയ്ക്ക് എന്തെങ്കിലും അറുതി വരുള്ളൂ. പക്ഷേ ഇത് പൊതുസ്വത്തല്ലേ ക്ഷേത്രം എന്ന് പറയുമ്പോൾ? പൊതുസ്വത്തല്ല, ക്ഷേത്രം പൊതുസ്വത്തല്ല. പൊതുസ്വത്ത് എന്ന് പറഞ്ഞപ്പോൾ എല്ലാ ജനങ്ങൾക്കും, ഇതൊരു കുടുംബത്തിൻ്റെ ആയി പോകുമ്പോഴത്തേക്ക് സ്വകാര്യം പോലെ ആവില്ലേ? കുടുംബത്തിൻ്റെ ആയി പോകുമ്പോൾ സ്വകാര്യം എന്നല്ല. ഇപ്പം ആറ്റുകാൽ ക്ഷേത്രം അല്ല, കുടുംബക്ഷേത്രമാണ്, പക്ഷേ അത് ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയാണ്. അത് നാട്ടുകാരുടെ ഒരവകാശമാണ് വന്ന് ആരാധിക്കാൻ. അതെ. എന്നും പറഞ്ഞ് നാട്ടുകാർ മുഴുവൻ അവിടെ വന്ന് ചെക്കിൽ ഒപ്പിടണ്ടോ?
അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെൻറ്റ്സിൽ ഒപ്പിടുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. അതാണ് വ്യത്യാസം. അനേക ക്ഷേത്രങ്ങൾ, പൊതുജനങ്ങൾ ആരാധിക്കുന്ന അനേക ക്ഷേത്രങ്ങളുണ്ട്. അത് കുടുംബങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പം കേരളത്തിലെ നാഗക്ഷേത്രങ്ങൾ നോക്കൂ, ഒന്നും തന്നെ സർക്കാരിൻ്റെ അധീനതയല്ല, ഓരോരോ കുടുംബങ്ങളാണ്. മണ്ണാറശാല, പാമ്പുമേക്കാട്ട്, ആ കുടുംബം അത് ഭംഗിയായിട്ട് നടത്തില്ലേ. ജനങ്ങൾ വരുന്നു, ആരാധന നടത്തുന്നു, അവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നു, പോകുന്നു. അവർ ആരാധന നടത്താനാണ് വന്നേക്കണേ, അല്ലാതെ ഭരിക്കാനല്ല വന്നേക്കണേ. അതായത് കുടുംബങ്ങൾ നടത്തുന്ന ക്ഷേത്രങ്ങൾ പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ പൊതുജനങ്ങൾക്ക് ആരാധന നടത്താൻ അവർ തടസ്സം പറയുന്നില്ല. അപ്പോൾ കുറച്ച് പേർക്ക്, കുടുംബങ്ങൾക്ക്, ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്ത ആരാധന നടത്താം, വേറെ കുറച്ച് പേർക്ക് പാടില്ല എന്നില്ലല്ലോ. ഏത് ക്ഷേത്രവും പൊതുജനങ്ങൾ അനുഗ്രഹം തേടി വരുന്നതാണെങ്കിൽ അവിടെ ആവാം. പിന്നെ ഒരു വീട്ടിൽ അറക്കകത്ത് വെച്ചിരിക്കുന്നത് പൊതുവിൽ പുറമേ നിന്നുള്ളവരെ തൊഴിക്കാറില്ല. അത് മിക്കവാറും കുടുംബത്ത്, ഇപ്പോൾ ചില കുടുംബങ്ങളിൽ മച്ചിൽ ഭഗവതി ഉണ്ടാവും. അങ്ങനെയുള്ളതിലൊക്കെ ആണല്ലോ ആൾക്കാർ വരേണ്ട ഇതില്ലാത്തത്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പോലും ചിലയിടങ്ങളിൽ, ഇപ്പോൾ എടപ്പള്ളി കൊട്ടാരം നോക്കുകയാണെങ്കിൽ അവിടെ ഗണപതിയുണ്ട്. കൊട്ടാരത്തിൽ തന്നെയാണ് ഗണപതി ഇരിക്കുന്നത്. അവിടെ കയറി പക്ഷേ നമുക്ക് ആരാധന നടത്താം, അവിടെ ചെല്ലാം, തൊഴാം. അതുപോലെ ഒരു ഇല്ലത്ത് എന്ന് വേണമെങ്കിൽ ഗണപതി തൊഴാവുന്ന ഒന്നാണ് സൂര്യകാലടി. അവിടെ ഇല്ലത്ത് അറയിൽ ഗണപതിയെ പൂജ കടക്കാറുണ്ട്, ആൾക്കാർ തൊഴാറുണ്ട്. അവിടെ നിന്ന് ഇല്ല എന്നല്ല, അവിടെയും അറയിലേ, പക്ഷേ അവിടെ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ സമ്മതിക്കുന്ന കുടുംബങ്ങളിൽ അതാവാം. അല്ലാത്തയിടത്ത് പലപ്പോഴും കുടുംബങ്ങളുടെ അറയിലിരിക്കുന്ന ഭഗവതിയോ അല്ലെ പരദേവോ എന്ന് പറഞ്ഞാൽ പുറമേ നിന്നുള്ളവർ വരാറില്ല, കുടുംബക്കാരെല്ലാം വരുന്നു, അവരെ ആരാധന നടത്തും, പോകുന്നു. ചിലയിടത്ത് മാത്രം പുറമേ നിന്നുള്ളവർക്കും, കാരണം ആ കുടുംബമായിട്ട് ബന്ധപ്പെട്ടൊരു സമൂഹം അവിടെ പണ്ടുണ്ടാകും. ഒരു പണ്ടത്തെ തറവാടുകൾ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കുടുംബം മാത്രമായിരിക്കില്ല, അനേകം കുടുംബമായിട്ട് ബന്ധം ഉണ്ടാകും. അങ്ങനെയുള്ളിടത്ത് ആൾക്കാർ വരും. ഇത് നായന്മാരുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, ഈഴവ സമുദായം, തീയ സമുദായം, ഇവരുടെയൊക്കെ കുടുംബങ്ങളിലൊക്കെ നിരവധി ഇതുപോലുള്ള പലയിടത്തും പല കാവുകൾ, ഇവിടെയൊക്കെ പല സമുദായങ്ങളിൽ നിന്ന് വരുന്നവർ ആരാധനയ്ക്ക് വരുന്നുണ്ട്. ആ കുടുംബം അത് അനുവദിക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ ഭരണം അവർ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഒരു കുടുംബത്ത് ഇതിൻ്റെ അക്കൗണ്ട്സ് സംബന്ധിച്ചോ ഭരണം സംബന്ധിച്ചോ ചെറിയൊരു തർക്കം വരികയും അതൊരു കേസാവുകയോ ഉടനെ കോടതി പോയി ചെയ്താൽ പിറ്റേന്ന് തന്നെ ദേവസ്വം ബോർഡ് വന്ന് ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നതിനകത്ത് യുക്തിയൊന്നുമില്ല. അത് ചെയ്യാൻ പാടില്ല. ശരിക്കും ആ കുടുംബക്കാരുടെ യഥാർത്ഥത്തിൽ അവകാശമാണ് അവരുടെ പരദേവതാ ക്ഷേത്രം സംരക്ഷിക്കുക, നടത്തിക്കൊണ്ട് പോവുക എന്നുള്ളത്. ഏറ്റവും വലിയ മതനിഷേധമാണ് ഒരു കുടുംബക്കാരുടെ പരദേവതാ ക്ഷേത്രം പിടിച്ചെടുക്കുന്നത്. കാരണം അത് അവൻ്റെ മതാവകാശമാണ്, ഒരാൾക്കുള്ള ആരാധനാവകാശമാണ്, ഒരു കുടുംബത്തിൻ്റെ ആരാധനാവകാശമാണ്. അത് സർക്കാർ കയറി പിടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചേക്കണം എന്താ, സർക്കാർ പിടിച്ചെടുക്കണം. ഇനിയിപ്പോൾ പുതിയൊരു അവകാശി ഇതുപോലെ വരാൻ പോവുക. ആൾക്കാർ ഈ ഒരു കാര്യം ആരാണോ നടത്തേണ്ടതെന്നുള്ളത് വിസ്മരിച്ചിട്ട് ഇപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് സനാതൻ ബോർഡ് ഏറ്റെടുക്കണം. സനാതൻ ബോർഡ് എന്ന് പറഞ്ഞാൽ കുറേ സന്യാസിമാരുടെ കൂട്ടായ്മയാണ്. ഈ സന്യാസിക്ക് ക്ഷേത്രങ്ങളുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. സന്യാസി ക്ഷേത്രത്തിൽ വന്നെന്ന് നിർബന്ധമില്ല. സന്യാസിക്ക് പ്രതിഷ്ഠിക്കാം. സന്യാസിമാർക്ക് ഉയർന്ന തപശക്തി ഉള്ളതുകൊണ്ട് അവർ പ്രതിഷ്ഠിച്ചാൽ പ്രതിഷ്ഠയ്ക്ക് ശക്തി കൂടുതലാണ് എന്ന് പറയാറുണ്ട്. ശ്രീനാരായണ ഗുരുദേവനൊക്കെ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങൾ വളരെ മഹത്തരമാണ്, വളരെ ശക്തിയുള്ളതാണ്. പക്ഷേ എന്നും പറഞ്ഞിട്ടൊരു സനാതൻ ബോർഡ് രൂപീകരിക്കുകയും എല്ലാ അമ്പലങ്ങളും മുഴുവൻ അവരുടെ കീഴിലാക്കുകയും ചെയ്യുന്നത് ശരിയൊന്നുമല്ല. അതും ദേവസ്വം ബോർഡ് തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. അപ്പം മാത്രമല്ല, ഈ ഭരിക്കുന്നവർക്കകത്ത് ഭരിക്കാൻ ആര് വരുന്നോ അവനവൻ്റെ പരദേവതാക്ഷേത്രം അല്ലെങ്കിൽ കൊള്ളയടിക്കാൻ ആർക്കും മടിയുണ്ടാവില്ല. കൊള്ളക്കാരൻ അവിടെ വന്നാൽ കൊള്ളയടിക്കും. കൊള്ളക്കാരൻ പോലും കൊള്ളയടിക്കാത്തത് അവനവൻ്റെ പരദേവതാക്ഷേത്രത്തിലായിരിക്കുള്ളൂ ഒരുപക്ഷെ. അല്ലെങ്കിൽ ആ കൊള്ളയടിക്കാൻ എന്ന മനസ്സുള്ളവനാണെങ്കിൽ കൊള്ളയടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് ക്ഷേത്രങ്ങൾ യഥാർത്ഥത്തിൽ ഒരു സനാതൻ ബോർഡും അല്ല നടത്തേണ്ടത്, ഒരു ദേവസ്വം ബോർഡും അല്ല നടത്തേണ്ടത്. യഥാർത്ഥത്തിൽ ആരുടെ ഏത് കുടുംബക്കാരാണോ അതിൻ്റെ ഒറിജിനൽ അവകാശികൾ അവരാണ് നടത്തേണ്ടത്. അവർക്ക് തീർത്തും പറ്റാത്ത സാഹചര്യത്തിൽ മാത്രമാണ് വേറൊരു കമ്മിറ്റി വരേണ്ടത്. ആ കമ്മിറ്റി പോലും പ്രാദേശിക കമ്മിറ്റി ആവുന്നതാണ് നല്ലത്. അതും കഴിയുന്നതും ആ കുടുംബക്കാരും പ്രദേശത്തെ ജനങ്ങളും. കാരണം ഒരു ക്ഷേത്രത്തിന് ഏറ്റവും ബന്ധമുള്ള ആ പ്രദേശമായിട്ടാണ്. അവ ചുറ്റുമുള്ള ആൾക്കാർ പലരും ഉണ്ടാവും. ഒരു ക്ഷേത്രമായിട്ട് എന്തൊക്കെ തരത്തിൽ ബന്ധമുള്ള ആളുകളുണ്ട് അല്ലേ? പണ്ട് ക്ഷേത്രങ്ങൾ കുറേ എണ്ണം നായർ തറവാടുകളുടെ ആയിരിക്കും. അപ്പോൾ ആ ഭൂമി കൊടുത്തിരിക്കുന്നതായിരിക്കും, അവർക്കവിടെ ബന്ധമുണ്ട്. ആ ക്ഷേത്രമായിട്ട് ബന്ധമുള്ള ബ്രാഹ്മണ കുടുംബം ഉണ്ടാകും, നമ്പൂരിമാർ, അവരവിടെയുണ്ട്. കഴകമായിട്ട് ബന്ധപ്പെട്ടവരുണ്ടാവും. ഇത് മാത്രമല്ല, ക്ഷേത്രം പണിയിൽ സ്വീകരിച്ചിരിക്കുന്ന വിശ്വകർമ്മജരില്ലേ, അവർ തന്നെ പലതരത്തിലുള്ള പണികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലേ. ഈ ക്ഷേത്രത്തിൻ്റെ ഭൂമിയായിട്ടിരുന്ന സ്ഥലങ്ങളിൽ വയലേലകളിൽ പണിയെടുത്തിരുന്ന ആൾക്കാരുണ്ടല്ലോ, പോലീസ് സമാജത്തിൽ ഉൾപ്പെടെ. ഇത്ര എല്ലാവരുമാണ് അങ്ങനെ വന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ച് വരുവാണെങ്കിൽ അവരെല്ലാമാണ് വരേണ്ടത്. അതിനകത്ത് ജാതി പറഞ്ഞ ആരെയും മാറ്റി നിർത്താനില്ല. ആ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ വൃത്തികൾ ആരൊക്കെ ചെയ്തിട്ടുണ്ടോ അവരൊക്കെ ഉൾപ്പെടുന്നത് തന്നെയാണ് ശരി. അതിന് പകരം ഏതോ ഒരു ദേവസ്വം ബോർഡ് ഉണ്ടാക്കുന്നു, അതിൽ ആരെയൊക്കെ എവിടുന്നോ രാഷ്ട്രീയം പറഞ്ഞു കൊണ്ടുവയ്ക്കുന്നു. ഇനിയിപ്പോൾ സനാതൻ ബോർഡ് ഉണ്ടാക്കി കഴിയുമ്പം ശരിക്കും പറഞ്ഞാൽ കുറേ സന്യാസിമാർ വരുന്നു, അവർ എവിടെ നിന്നൊക്കെ ആൾക്കാരെ വയ്ക്കുന്നു. ഇതിൽ വലിയ ദോഷം എന്ന് പറഞ്ഞാൽ ആരുടെ കീഴിലിരുന്നാലും ഈ ക്ഷേത്രഭരണമായിട്ട് ബന്ധപ്പെട്ട്
കൊള്ളയുടെ മനസ്സുള്ള ഒരുത്തം വന്നാൽ കൊള്ളയടിക്കപ്പെടും. അത് ഒഴിവാകണമെങ്കിൽ ക്ഷേത്രമായിട്ട് ഏറ്റവും ബന്ധമുള്ള ആ ക്ഷേത്രത്തെ യഥാർത്ഥ വിശ്വാസ കുടുംബക്കാർക്കും ഒരു പരിധിവരെ പ്രദേശവാസികൾക്കുമായിരിക്കും. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അവരാണ് ആ ക്ഷേത്രം നടത്തേണ്ടത്. മറ്റാരും നടത്തിയിട്ട് ഒരു കാര്യമില്ല. കൊള്ളകൾ ആവർത്തിക്കപ്പെടും. കൊള്ള തടയണമെങ്കിൽ ക്ഷേത്രമായിട്ട് നേരിട്ട് ബന്ധമുള്ള വ്യക്തികൾ തന്നെ ക്ഷേത്രഭരണത്തിൽ വരണം.